Good morning. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഒരു ഇമേജ് എങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ കാണാത്തവർക്കിടെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഡാറ്റയാണെന്ന് നമുക്ക് കമ്പ്യൂട്ടറിന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഇൻഫോർമേഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ആയിട്ട് ഡാറ്റ മാത്രം കൊടുത്താൽ മതിയോ? പോരാ, നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇൻസ്ട്രക്ഷൻസ് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കണം. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ആ ഇൻസ്ട്രക്ഷൻസിൽ പറയും എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ആയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടർ ഈ ഡാറ്റയിൽ പെർഫോം ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഓരോ ഓപ്പറേഷൻസ് ഡാറ്റയിൽ പെർഫോം ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് തരും? ഇൻഫോർമേഷൻ തരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിലുള്ളത് നമുക്ക് നോക്കാം. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. രണ്ടാമത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അത് ഷോർട്ട് ഫോം CPU എന്നാണ്. അതിന് 3 കമ്പോണൻസ് ഉണ്ട്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അതിന് ഷോർട്ട് ഫോം ALU. കൺട്രോൾ യൂണിറ്റ് CU, രജിസ്റ്റേഴ്സ്. മൂന്നാമത്തെ സ്റ്റോറേജ് യൂണിറ്റ്. നാലാമത്തെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം 4 മാർക്കിന് എസ്സേക്ക് ചോദിക്കുമ്പോൾ ഈ ഫിഗർ നിങ്ങൾ എന്തായാലും വരച്ചു വെക്കണം. ഓക്കെ, നമ്മൾ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ട് യൂണിറ്റിലൂടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന് 3 കമ്പോണൻസ് ഉണ്ട്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ നമ്മൾ ഇൻഫോർമേഷൻ ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റിസൾട്ട്. ഓക്കെ, അപ്പം ഈ ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഇൻപുട്ട് ഡിവൈസസിന്റെ. കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറയൊക്കെ ഇൻപുട്ട് യൂണിറ്റ് ഡിവൈസസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് ആണ് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആണ് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ CPUനെയാണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിലെ മേജർ കാൽക്കുലേഷൻസും കമ്പാരിസൺസും മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആരാണ്? CPU ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? CPU ആണ്. അതുകൊണ്ട് തന്നെ CPUനെ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് CPUനെ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ, CPUന് മെയിൻ 3 കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത്തെ രജിസ്റ്റേഴ്സ്. ഇതിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ആയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും കൊടുക്കും അല്ലെ? ആ ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുള്ള ആക്ച്വൽ ഓപ്പറേഷൻസ് ഒക്കെ എവിടെ പെർഫോം ചെയ്യുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്തത് പോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യും. പിന്നെ ലോജിക് ഓപ്പറേഷൻസ് എക്സാമ്പിൾ എന്താണ്? കമ്പാരിസൺ, കമ്പയർ ചെയ്യത്തില്ലേ? നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് 2 നമ്പർ നമ്മൾ കമ്പയർ ചെയ്യാം, ചെറുതാണോ വലുതാണോ എന്നൊക്കെ കമ്പാരിസൺ ഇല്ലേ? അതൊക്കെ ലോജിക് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. അപ്പൊ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് കൺട്രോൾ യൂണിറ്റ്, അതിന്റെ ഷോർട്ട് ഫോം CU ആണ്. ഓരോ ഫങ്ഷണൽ യൂണിറ്റിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ ആ ഫങ്ഷൻസ് നമ്മളിപ്പം ആ ഫങ്ഷണൽ യൂണിറ്റിനോട് ഇന്ന ഫങ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ആ ഫങ്ഷൻ പെർഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം കൺട്രോൾ യൂണിറ്റിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ, കൺട്രോൾ യൂണിറ്റ് ഇപ്പം എനിക്കൊരു ഫങ്ഷണൽ യൂണിറ്റ് ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യണം. അപ്പം കൺട്രോൾ യൂണിറ്റ് ഒരു കൺട്രോൾ സിഗ്നൽ ആ യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യും. ആ യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യുമ്പം ആ കറസ്പോണ്ടിങ് ഫങ്ഷണൽ യൂണിറ്റ് അതിന്റെ ഫങ്ഷൻ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പം കൺട്രോൾ യൂണിറ്റ് മറ്റുള്ള ഫങ്ഷണൽ യൂണിറ്റ്സിനെ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്
കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് മറ്റുള്ള യൂണിറ്റുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അങ്ങോട്ട് അവരിലേക്ക് കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ടാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തത് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റയൊക്കെ ടെമ്പററിലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് പീരീഡിലേക്ക്, കുറച്ച് സമയത്തേക്ക് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയാണ് രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഇതിപ്പം ഈ 3 കമ്പോണൻസ് CPU വരുന്നതാണ്. അടുത്ത മൂന്നാമത്തെ യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റയും ഇൻഫോർമേഷനും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റോറേജ് യൂണിറ്റിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവയെ പറ്റി പഠിക്കാം. ഒന്നാമത്തെ പ്രൈമറി സ്റ്റോറേജ്, അതിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, മെയിൻ മെമ്മറി എന്ന് പറയും. ഓക്കെ. ഈ പ്രൈമറി സ്റ്റോറേജിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാമിന്റെ എക്സ്പാൻഷൻ, റാൻഡം ആക്സസ് മെമ്മറി. രണ്ടാമത്തെ റോം, റീഡ് ഒൺലി മെമ്മറി. ഓക്കെ. അപ്പം ഈ റാമിൽ എന്താ നമ്മൾ സ്റ്റോർ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഉള്ള ഡാറ്റയൊക്കെ എവിടെ? റാമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗെയിമിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ എവിടെയായിരിക്കും? റാമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. റോം ആണെങ്കിൽ റോമിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ റോമിൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. എന്ത് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും? കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പം കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയറിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കും റോമിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് അതെങ്ങനെ ഓൺ ആയി വരുന്നത്, അല്ലെ? അപ്പൊ അതിനൊക്കെ ശരിക്കും ബൂട്ടിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ബൂട്ടിംഗ് എന്താണെന്നൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പൊ റോമിൽ എന്താ ഉള്ളത്? റോമിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്? നമ്മുടെ കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് റോമിലുള്ളത്. റാമിലുള്ളത് നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഡാറ്റയും എവിടെ ഉണ്ടായിരിക്കും? റാമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. റാമിന്റെയും റോമിന്റെയും ഫിഗർ ഒക്കെയാണിത്. ഓക്കെ. പിന്നെ നമ്മുടെ പ്രൈമറി സ്റ്റോറേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU-ന്, നമ്മുടെ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ് CPU-ന് മെയിൻ മെമ്മറിയിലുള്ള ഡാറ്റയെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, അതായത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. വളരെ ഹൈ സ്പീഡിൽ നമ്മുടെ മെയിൻ മെമ്മറിയിൽ അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജിൽ ഉള്ള ഡാറ്റയെ ഹൈ സ്പീഡിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എടുക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ പ്രൈമറി സ്റ്റോറേജിന്റെ ഒരു ലിമിറ്റ് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി മാത്രമേ പ്രൈമറി സ്റ്റോറേജിനുള്ളൂ. രണ്ടാമത്തത്, അപ്പൊ ഒന്നാമത്തെ സ്റ്റോറേജ് യൂണിറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രൈമറി സ്റ്റോറേജ്, രണ്ടാമത്തെ സെക്കൻഡറി മെമ്മറി. അപ്പൊ സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഓക്സിലറി സ്റ്റോറേജ് അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി. പേരൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ. ഈ സെക്കൻഡറി മെമ്മറി ശരിക്കും വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി സ്റ്റോറേജിന്റെ ഒരു ഡ്രോബാക്ക് എന്താണ്? പ്രൈമറി സ്റ്റോറേജിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. പക്ഷെ സെക്കൻഡറി മെമ്മറിക്ക് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി, ഒരുപാട് വലിയ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് സെക്കൻഡറി മെമ്മറിക്ക് ഉള്ളത്. പിന്നെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയൊക്കെ പെർമനന്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറി തന്നെ ഉണ്ടാകും. ഓക്കെ. സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് ഹാർഡ് ഡിസ്ക്, CD, DVD. അതിന്റെയൊക്കെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, നാലാമത്തെ യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ. നമ്മൾ ഇൻപുട്ട് യൂണിറ്റിലൂടെ ആയിരുന്നു ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ആ ഡാറ്റനെ പ്രോസസ് ചെയ്തു, അല്ലെങ്കിൽ ഡാറ്റയിൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തു. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്? ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്. ആ ഇൻഫോർമേഷന് നമ്മൾ ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയാണ്. ഓക്കെ. അപ്പൊ ഔട്ട്പുട്ട് യൂണിറ്റിന്റെ എക്സാമ്പിൾസ് ആണ് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പിന്നെ വേറെ കുറെ ഔട്ട്പുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. Thank you.